IELTS അക്കാഡമിക് ഒരു ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആണ് IELTS എന്നുള്ളത്. അക്കാഡമിക് എന്ന് പറയുമ്പോൾ ദോസ് ഹു വാണ്ട് ടു പെർസ്യൂ ദെയർ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ആൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി. അതായത് ഇപ്പോൾ +2 കഴിഞ്ഞവർക്ക്, അതല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക്, മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ UG ചെയ്യാൻ വേണ്ടിയിട്ട്, വിച്ച് മീൻസ് ഗ്രാജുവേഷൻ, ഇങ്ങനെ ഹയർ എഡ്യൂക്കേഷൻ ഒരു ഇംഗ്ലീഷ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള കൺട്രിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് IELTS അക്കാഡമിക് എന്നുള്ളത്. അക്കാഡമിക് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഇനി മെയിൻ ആയിട്ട് IELTS എന്ന് പറയുമ്പോൾ ഒരു ഇവാലുവേഷൻ ആണ്. നിങ്ങൾ എത്രയും നന്നായി ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു ഇവാലുവേഷൻ ടെസ്റ്റാണ് IELTS എന്നുള്ളത്. യൂണിവേഴ്സിറ്റീസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണിത്. കൺട്രീസ് ലൈക്ക് ദ UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇവിടെയുള്ള യൂണിവേഴ്സിറ്റീസും അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ് IELTS. മെയിൻ ആയിട്ട് 4 സ്കില്ലിലൂടെയാണ് നിങ്ങളുടെ പ്രൊഫിഷ്യൻസി അസസ് ചെയ്യുന്നത്. LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഈ 4 സ്കില്ലിന്റെ സ്കോർ അസസ് ചെയ്തിട്ടാണ് ഇഫ് യു ആർ കേപ്പബിൾ ഓർ നോട്ട് എന്നുള്ളത് അവരെ അസസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ലിസണിങ് എന്താണെന്ന് നോക്കാം. ലിസണിങ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 രീതിക്കാണ് നിങ്ങളുടെ IELTS എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുക. ഒന്നല്ലെങ്കിൽ പെൻ ആൻഡ് പേപ്പർ, അതല്ലെങ്കിൽ IELTS ഓൺ കമ്പ്യൂട്ടർ. പെൻ ആൻഡ് പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ 10 മിനിറ്റ്സ് തരും. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ്സ് തരും. ഇഫ് ഇറ്റ് ഈസ് ഓൺ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ആ 10 മിനിറ്റ്സ് ഉണ്ടാവില്ല. യു ഹാവ് ടു ആൻസർ. കേൾക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളത് ആൻസർ ചെയ്ത് ടൈപ്പ് ചെയ്ത് പോകണം. ഇനി 4 റെക്കോർഡിങ്സ് ആയിരിക്കും നിങ്ങളുടെ ലിസണിങ്ങിൽ ഉണ്ടായിരിക്കുക. ഇതിൽ ഫസ്റ്റും തേർഡും കോൺവെർസേഷൻ ആയിരിക്കാം. ഫസ്റ്റും തേർഡും കോൺവെർസേഷൻ ടൈപ്പ് ആയിരിക്കാം. സെക്കൻഡും ഫോർത്തും മോണോലോഗ്. മോണോലോഗ് എന്ന് പറയുമ്പോൾ 1 പേഴ്സൺ സ്പീക്കിംഗ്. ഈ കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ 2 സ്റ്റുഡൻസ് തമ്മിലുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ട്യൂട്ടറും ഒരു സ്റ്റുഡൻറ്റും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കാം, അക്കാഡമിക് കൗൺസിലറും ട്യൂട്ടറും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കാം. ഇനി അതെല്ലാം പോട്ടെ ഒരു പോലീസും അതേപോലെ തന്നെ ഒരു പേഴ്സണും തമ്മിലുള്ള സ്പീക്കിംഗ് ആയിരിക്കാം, ലിസണിങ് ആയിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലിസണിങ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റും തേർഡും കോൺവെർസേഷൻ ടൈപ്പ് ആണ്. ഇനി സെക്കൻഡും ഫോർത്തും മോണോലോഗ്, അതായത് 1 പേഴ്സൺ സ്പീക്കിംഗ്. 1 പേഴ്സൺ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ലെക്ചർ കൊടുക്കുന്നത് പോലെ ആയിരിക്കാം നമ്മുടെ സെക്കൻഡും ഫോർത്തും. ഈച്ച് സെക്ഷനിൽ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അങ്ങനെ 4 റെക്കോർഡിങ്സ്, വിച്ച് മീൻസ് 40 ക്വസ്റ്റ്യൻസ്. 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. 30 മിനിറ്റ്സ് ആണ് നിങ്ങളുടെ ഓഡിയോ ടൈം. പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ 10 മിനിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് തരും. സോ ഇതാണ് ലിസണിങ് എന്നുള്ള മൊഡ്യൂള്. ഇനി റീഡിംഗ്. റീഡിംഗ് എന്ന് പറയുമ്പോൾ അക്കാഡമിക് എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു സ്റ്റഡി പർപ്പസിന് പോണവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ 3 ലോങ് അക്കാഡമിക് പാസേജസ് ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. 3 പാസേജ് ആയിട്ടായിരിക്കും. 3ഉം അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള പാസേജസ് ആയിരിക്കും. അതായത് ഇപ്പൊ ടോപ്പിക്സ് ലൈക്ക് സയൻസ്, ഹിസ്റ്ററി, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടോപ്പിക്സ് ആയിരിക്കും നിങ്ങളുടെ റീഡിംഗിൽ തന്നിട്ടുണ്ടാവുക. ഇതും 3 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 പാർട്ട് കൂടിയിട്ട് നമുക്ക് 40 ക്വസ്റ്റ്യൻസ് ആണ് റീഡിങ്ങിലും ഉള്ളത്. ലിസണിങ്ങിലും അതേപോലെ തന്നെ റീഡിങ്ങിലും 40 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. റീഡിംഗ് നമുക്ക് 1 അവർ ആണ് ടൈം പീരീഡ്. 60 മിനിറ്റ്സ്. 60 മിനിറ്റ്സിൽ നമുക്ക് 3 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ സെക്ഷൻ അപ്രോക്സിമേറ്റ്ലി 20 മിനിറ്റ്സ് എന്നുള്ള രീതിക്ക് വേണം നിങ്ങൾ ഡിവൈഡ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് സെക്ഷനും സെക്കൻഡ് സെക്ഷനും റിലേറ്റീവ്ലി കുറച്ചും കൂടി ഈസി ആയിരിക്കും. നിങ്ങളുടെ തേർഡ് സെക്ഷൻ ആണ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടൈം മാനേജ് ചെയ്യുമ്പോൾ ഫസ്റ്റിനും സെക്കൻഡിനും കംപ്ലീറ്റ്ലി 20 മിനിറ്റ്സ് എടുക്കാതെ ഒരു 15 to 16 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി ടൈം നിങ്ങളുടെ ആൻസർ ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ ലാസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾ ഉപയോഗിക്കണം. 60 മിനിറ്റ് ആണ്. നമുക്ക് 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടായിരിക്കാം, മാച്ചിങ് ഇൻഫോർമേഷൻ അതല്ലെങ്കിൽ മാച്ചിങ് ഹെഡിങ് ഉണ്ടായിരിക്കാം, സമ്മറി കംപ്ലീഷൻ ഉണ്ടായിരിക്കും, ട്രൂ ഓർ ഫോൾസ് ഓർ നോട്ട് ഗിവൺ. ഈ ട്രൂ ഓർ ഫോൾസ് ഓർ നോട്ട് ഗിവൺ എന്നുള്ളതിന് പകരം ചിലപ്പോൾ യെസ് ഓർ നോ ഓർ നോട്ട് ഗിവണും ചോദിക്കും. അപ്പോൾ
തെറ്റിയിട്ട് നിങ്ങൾ അഥവാ ട്രൂ ഓർ ഫോൾസിന് പകരം യെസ് ഓർ നോ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ അവിടെ കുറയും. സോ നിങ്ങൾ എപ്പോഴും ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിച്ച് വായിക്കണം. ഇങ്ങനെ നമുക്ക് 3 ലോങ് അക്കാഡമിക് പാസേജസ് ആയിരിക്കും തരുന്നുണ്ടാവുക. ഓരോ സെക്ഷനിലും 13 to 14 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ചെയ്യുമ്പോൾ റീഡിങ് ചെയ്യുമ്പോൾ എപ്പോഴും സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ഇങ്ങനെയുള്ള 2 ടെക്നിക്ക് ഉണ്ട്. നമുക്കത് അടുത്ത വീഡിയോസിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അതിനെ പറ്റിയിട്ട്. ഇനിയുള്ളത് റൈറ്റിംഗ്. റൈറ്റിംഗ് എന്നുള്ളത് 2 ടൈപ്പ് ഉണ്ട്, റൈറ്റിംഗ് 1 ആൻഡ് റൈറ്റിംഗ് 2. ഇതിൽ റൈറ്റിംഗ് 1 എന്നുള്ളത് ഗ്രാഫ് റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് 1 ഗ്രാഫ് റൈറ്റിംഗ് ആണ്. നമുക്ക് 150 വേർഡ്സ് ആണ് ഇതിൽ എഴുതേണ്ടത്. 150. ടൈം പീരീഡ് 20 മിനിറ്റ് ആണ് നമ്മുടെ ടാസ്ക് 1ന്. ടാസ്ക് 1ന് 20 മിനിറ്റ് 150 വേർഡ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഗ്രാഫ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഗ്രാഫ് ആയിരിക്കാം, ചാർട്ട് ആയിരിക്കാം, വിച്ച് മീൻസ് പൈ ചാർട്ട് ആയിരിക്കാം, ടേബിൾ ആയിരിക്കാം, ലൈൻ ഗ്രാഫ് ആയിരിക്കും, ഔട്ട്ലൈൻ ഉണ്ടാവാം, മാപ്പ് ഉണ്ടാവാം, പ്രോസസ് ചാർട്ട്, ഇങ്ങനെയുള്ള പല ടൈപ്പ് റൈറ്റിംഗ് ടാസ്ക് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് എന്തൊക്കെ ഫസ്റ്റ് പാസേജിൽ നിങ്ങൾ എഴുതുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ തന്നിരിക്കുന്നത് ഏതാണ്, ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫ് ആണ്, ഇതെല്ലാം നിങ്ങൾ ഫസ്റ്റ് പറയണം. അതിനുശേഷം നിങ്ങൾ അത് സമ്മറൈസ് ചെയ്യണം. കീ ട്രെൻഡ്സ്, വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ളതൊന്ന് സമ്മറൈസ് ചെയ്യണം. ദെൻ കമ്പയർ ചെയ്യുക. ഡാറ്റാസ്, തന്നിരിക്കുന്ന ഡാറ്റാസ് എല്ലാം കമ്പയർ ചെയ്ത് എഴുതണം. നിങ്ങളുടെ പാരഗ്രാഫ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ 4 പാരഗ്രാഫ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഈ 4 പാരഗ്രാഫിലും നിങ്ങളുടെ ആദ്യത്തെ തന്നിരിക്കുന്ന ചാർട്ടിനെ പറ്റി എഴുതുക, ദെൻ ഒരു ഓവറോൾ എഴുതുക, അത് കഴിഞ്ഞ് 2 ബോഡി പാരഗ്രാഫ്സ്. ഇങ്ങനെ വേണം നിങ്ങളുടെ റൈറ്റിംഗ് 1 കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. റൈറ്റിംഗ് 2 എന്ന് പറയുമ്പോൾ അതൊരു എസ്സേ റൈറ്റിംഗ് ആണ്. എസ്സേ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചുകൂടി ലോങ് ആണ്. നമുക്കൊരു 250 വേർഡ്സ് വേണം റൈറ്റിംഗ് 2 എഴുതാനായിട്ട്. 250. ടൈം പീരീഡ് 40 മിനിറ്റ് ആണ്. അപ്പൊ ടാസ്ക് 1 20 മിനിറ്റ്, ടാസ്ക് 2 40 മിനിറ്റ്സ്. ഓവറോൾ എന്നുള്ളത് റൈറ്റിംഗ് എന്നുള്ളത് നമുക്ക് 60 മിനിറ്റ് ആണ് ടൈം പീരീഡ് വെച്ചിട്ടുണ്ടാവുക. 60 മിനിറ്റ്. അപ്പൊ നമുക്ക് ഇതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്സേസ് ഉണ്ട്. ഒപ്പീനിയൻ എസ്സേ, എഗ്രി ഓർ ഡിസഗ്രി, ടു വാട്ട് എക്സ്റ്റെന്റ് യു എഗ്രി ഓർ ഡിസഗ്രി, advantages outweigh disadvantages, advantages and disadvantages, problem and solution, direct essay, ഇങ്ങനെ ഒരു 8 ടൈപ്പ് എസ്സേസ് ആണ് നമുക്കുള്ളത്. റൈറ്റിങ്ങിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു ക്ലാസ് എടുക്കാം. ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. അപ്പൊ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ 4 പാരഗ്രാഫ് ആയിട്ട് വേണം നിങ്ങൾ ഡിവൈഡ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഫസ്റ്റ് നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ദെൻ ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2, കൺക്ലൂഷൻ. ഇങ്ങനെ 4 പാരഗ്രാഫ് ആയിട്ട് വേണം നിങ്ങൾ റൈറ്റിംഗ് എഴുതാനായിട്ട്. ബോഡി പാരഗ്രാഫിലെ 2ലും 2 പോയിന്റും ഒരു എക്സാമ്പിളും വേണം. നിങ്ങൾ ബോഡി പാരഗ്രാഫ്സ് എഴുതുമ്പോൾ ഓരോ ബോഡി പാരഗ്രാഫിലും 2 പോയിന്റും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിളും വേണം. ടൈം പീരീഡ് റൈറ്റിംഗ് എന്നുള്ളതിന്റെ ടൈം പീരീഡ് 60 മിനിറ്റ് ആണ്. 4 പാസേജ് ആയിട്ടാണ്, 4 പാരഗ്രാഫ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇൻട്രൊഡക്ഷൻ, ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2 ആൻഡ് കൺക്ലൂഷൻ. അപ്പൊ ഇതാണ് നിങ്ങളുടെ റൈറ്റിംഗ് ഓവറോൾ എന്നുള്ളത്. റൈറ്റിംഗ് 1 ആൻഡ് റൈറ്റിംഗ് 2. ഇനി സ്പീക്കിംഗ്. സ്പീക്കിംഗ് എന്നുള്ളത് IELTS ആണ്, കമ്പ്യൂട്ടർ ആണെങ്കിലും പേപ്പർ ആണെങ്കിലും ഇപ്പൊ കൂടുതലും വിർച്വൽ സ്പീക്കിംഗ് ആണ്. വീഡിയോ കോൾ പോലെ വിർച്വൽ സ്പീക്കിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. സംടൈംസ് നമുക്ക് ഇൻ പേഴ്സൺ സ്പീക്കിംഗും വരുന്നുണ്ട്. സ്പീക്കിംഗ് എന്നുള്ളത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ പോലെയാണ്. നമുക്ക് 11 തൊട്ട് 14 മിനിറ്റ് വരെയാണ് ടൈം പീരീഡ്. 11 to 14 മിനിറ്റ്സ് ആണ് നമ്മുടെ ടൈം പീരീഡ് ഉള്ളത്. 3 സെക്ഷൻ ആയിട്ടാണ് നമ്മൾ സ്പീക്കിങ്ങിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പാർട്ട് 1, പാർട്ട് 2 ആൻഡ് പാർട്ട് 3. ഇതിലെ പാർട്ട് 1 എന്നുള്ളത് കുറച്ചും കൂടി പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അബൌട്ട് യുവർ ഹോം, അക്കോമഡേഷൻ, വില്ലേജ്, ഹോം ടൗൺ, ഇങ്ങനെയുള്ള കുറച്ചും കൂടി പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ, വാട്ട് ഡു യു ഡു, വെദർ യു ആർ സ്റ്റഡിങ് ഓർ വർക്കിംഗ്, ഇങ്ങനെ കുറച്ചും കൂടി പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരിക്കുക. ഈ സ്പീക്കിങ്ങിലെ നമുക്ക് ടോട്ടൽ ടൈം 11 to 14 മിനിറ്റ്സ് ആണെങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് ഒരു 4 to 5 മിനിറ്റ്സ് ആയിരിക്കും ചോദിക്കുക. 4 to 5 മിനിറ്റ്സ്, ഒരു 8 അല്ലെങ്കിൽ 7 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളോട് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ചോദിക്കുക. Then you have a cue card. Cue card എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ടോപ്പിക് തരും.
ഈ ടോപ്പിക്കിന്റെ ഒപ്പം ഒരു 4 സബ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ഈ 4 സബ് ക്വസ്റ്റ്യൻസും ജോയിൻ ചെയ്ത് ചെറിയൊരു സ്റ്റോറി പോലെ വേണം നിങ്ങൾ നിങ്ങളുടെ ക്യൂ കാർഡിനെ ആൻസർ ചെയ്യാനായിട്ട്. യു വിൽ ഗെറ്റ് 1 minute ടു പ്രിപ്പയർ. 1 minute നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം തരും. ആൻഡ് യു ഹാവ് ടു സ്പീക്ക് ഫോർ 2 minutes. 2 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ആ കാര്യത്തെ പറ്റിയിട്ട് പറയണം. 1 minute ടൈം, 2 മിനിറ്റ് നിങ്ങൾ സംസാരിക്കുക. അതിലെ ഇൻവിജിലേറ്റർ ഇടപെടില്ല. നിങ്ങൾ ഒരു മോണലോഗ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറയുന്നത് പോലെ നിങ്ങൾ അത് പറഞ്ഞു തീർക്കണം. അതൊരു ഡിസ്കഷൻ ടൈപ്പ് അല്ല. ഇനി പാർട്ട് 3 എന്നുള്ളത് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എന്താണോ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ പാർട്ട് 3ലേക്ക് വരാനായിട്ട്. വിച്ച് മീൻസ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ്. അത് കുറച്ചും കൂടി ഒരു ഡിസ്കഷൻ മോഡിലാണ് നമ്മൾ പറയേണ്ടത്. അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ അതിന് കറക്റ്റ് ആയിട്ട് അത്യാവശ്യം എക്സ്പ്ലനേഷനോട് കൂടി പറ്റുന്നതിന് എക്സാമ്പിൾസ് കൊടുത്തിട്ട് വേണം നിങ്ങളുടെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ 3 പാർട്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഡു യു ലൈക്ക് ടു ട്രാവൽ ബൈ കാർ, ഡു യു നോ ഹൗ ടു റൈഡ് എ ബൈക്ക്, ഇങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ടൈപ്പ് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് പാർട്ടിലെ. സെക്കൻഡ് പാർട്ട് എന്നുള്ളത് ക്യൂ കാർഡ് സെക്ഷൻ ആണ്. They will provide a cue card and you have to speak for 2 minutes. Third part എന്നുള്ളത് follow questions ആണ്, completely related to second part. Second പാർട്ടിലെ ക്യൂ കാർഡിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും നിങ്ങളുടെ തേർഡ് പാർട്ട്. ടോട്ടൽ ടൈം എന്നുള്ളത് 11 to 14 minutes ആണ് നിങ്ങളുടെ ഹോൾ സ്പീക്കിംഗ് എന്നുള്ളതിന്റെ ടൈം പീരീഡ്. ഇനി ബിഫോർ ഓൾ ദീസ്, ഈ ഫസ്റ്റ് പാർട്ട് തുടങ്ങുന്നതിന് മുൻപ് they will ask to introduce yourself. എങ്ങനെ? they will ask some questions. what's your full name? അപ്പോൾ നിങ്ങൾ അത് എങ്ങനെ പറയണം? my full name is. പിന്നെ അവരെങ്ങനെ ചോദിക്കാം? how may I address you? നിങ്ങളെ ഞാൻ എങ്ങനെ അഭിസംബോധന ചെയ്യണം? how may I address you? so you can tell as you may address me as, you may address me as. ഇതൊക്കെ നിങ്ങളെ പറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സെക്ഷനാണ്. ഇവിടെ നമുക്ക് മാർക്കിംഗ് ഇല്ല. നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് മുതലാണ് മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പോലെ. വേർ ഡു യു കം ഫ്രം? ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ 1 word പോലെ പറയാതെ സെന്റൻസ് മേക്ക് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. ഇപ്പൊ വേർ ഡു യു കം ഫ്രം എന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റ് തൃശ്ശൂർ എന്ന് പറയാതെ ഐ കം ഫ്രം ദ കൾച്ചറൽ ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരള, തൃശ്ശൂർ. അപ്പൊ ഇങ്ങനെ സെന്റൻസ് മേക്ക് ചെയ്ത് പറയുന്നതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. സോ ഈ 4 ടെസ്റ്റ്, ഈ 4 മൊഡ്യൂൾസിലൂടെയാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി അവർ അസസ് ചെയ്യുക. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഈ 4 മൊഡ്യൂൾസിലൂടെയാണ് നിങ്ങളുടെ അസസ്മെന്റ് നടത്തുന്നത്. 0 to 9 ബാൻഡ് ആണ് നമുക്കുള്ളത്. 0 എന്ന് പറയുമ്പോൾ ഭയങ്കര ബേസിക്, 9 അഡ്വാൻസ്ഡ്. നിങ്ങൾക്കിവിടെ IELTS എന്ന് പറയുമ്പോൾ പാസ് മാർക്ക്, ഫെയിൽ മാർക്ക് അങ്ങനെയുള്ളതില്ല. നിങ്ങളുടെ റിക്വയർഡ് സ്കോർ എത്രയാണോ, നിങ്ങളുടെ കൺട്രി എത്രയാണോ റിക്വയർ ചെയ്യുന്നത്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എത്രയാണോ ചോദിക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ പാസ് മാർക്കും അതേപോലെ തന്നെ ഫെയിൽ മാർക്കും. ഇപ്പൊ കൺട്രീസ് ലൈക്ക് ഓസ്ട്രേലിയ പോലെയുള്ള ഒരു കൺട്രി ആണെങ്കിൽ അവര് ഇൻഡിവിജ്വൽ 7 ചോദിക്കും. ഓരോ മൊഡ്യൂളിലും അവർക്ക് 7 വേണം. ഇനിയിപ്പോ ജർമ്മനി ആണെങ്കിൽ ഒരുവിധം ഓവറോൾ 6.5 ആണ് വേണ്ടത്. 6നും താഴാൻ പാടില്ല. ഓവറോൾ യു ഹാവ് ടു ഗെറ്റ് 6.5. അപ്പൊ ഇങ്ങനെ ഓരോ കൺട്രി അല്ലെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചിട്ടാണ് സ്കോറിങ്ങിലുള്ള മാറ്റം വരുന്നത്. അപ്പോൾ IELTS അക്കാഡമിക് എന്ന് പറയുമ്പോൾ പ്യുവർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി അക്കാഡമിക്. നിങ്ങളുടെ ഇവാലുവേഷൻ പ്രോസസ് എങ്ങനെയായിരിക്കും? അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ IELTS അക്കാഡമിക്കിന്റെ സ്കോറിങ്ങും ജനറലിന്റെ സ്കോറിങ്ങും കുറച്ച് വ്യത്യാസമുണ്ട്. IELTS ജനറൽ എന്ന് പറയുമ്പോൾ മൈഗ്രേഷനും അതേപോലെ തന്നെ വർക്കിനും വേണ്ടിയിട്ടാണ്. IELTS അക്കാഡമിക് എന്ന് പറയുന്നത് സ്റ്റഡിയിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്, റിസർച്ചിന് വേണ്ടിയിട്ട്, UG, PG ഇങ്ങനെയുള്ള സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ IELTS അക്കാഡമിക് പ്രിഫർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് IELTS അക്കാഡമിക്. Hope you all understood.